ചുവന്ന കൊടിയിൽ തൊഴിലാളി കർഷക വർഗ അടയാളങ്ങൾ ഇന്നും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കാലമായി CPM അധ്വാനിക്കുന്ന വർഗത്തിന് വേണ്ടി കാര്യമായൊന്നും സംസാരിക്കുന്നില്ല. വർഗസമരമൊക്കെയും വലിച്ചെറിഞ്ഞ് അധികാര രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പാർട്ടി വോട്ടിനു വേണ്ടി ജാതിമത വർഗീയ രാഷ്ട്രീയം പറയാനാണ് ഊർജം ചെലവഴിക്കുന്നത്. വർഗീയ രാഷ്ട്രീയത്തിന്റെ സാധ്യതകളിലേക്ക് CPM ചുവടുമാറ്റി തുടങ്ങിയത് 1980കളുടെ പകുതിയോടെയാണ്. ഷാബാനു കേസിന്റെ ചുവട് പിടിച്ച് മുസ്ലിം വ്യക്തി നിയമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അതിശക്തമായി നടത്തിയ വ്യക്തി നിയമവിരുദ്ധ പ്രചാരണം ഒരു ഘട്ടത്തിൽ ഏക സിവിൽ കോഡ് വാദം വരെയെത്തി. അതിന്റെ നേട്ടം പാർട്ടിക്കുണ്ടായി. 1987 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ അളവിലെങ്കിലും ഹിന്ദുത്വ വർഗീയ ധ്രുവീകരണം ഇടതുമുന്നണിക്ക് അനുകൂലമായി ഉണ്ടാവുകയും മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടെ മുന്നണി അധികാരത്തിൽ വരികയുമുണ്ടായി. അധികം വൈകാതെ സംഘപരിവാർ ബാബരി മസ്ജിദ് തകർക്കുകയും മുസ്ലിം മനസ്സുകളിൽ ഭീതിയും അരക്ഷിതബോധവും രൂപപ്പെടുകയും അതിന്റെ അലയൊലിയിൽ മുസ്ലിം ലീഗിൽ ഭിന്നിപ്പുണ്ടാവുകയും ഒക്കെ ചെയ്ത രാഷ്ട്രീയ സാഹചര്യം CPM ഉപയോഗിക്കാൻ ശ്രമിച്ചു. സംഘപരിവാർ ഭീഷണിയെ നേരിടാനുള്ള ഏക ശക്തി തങ്ങളാണെന്ന പ്രചാരണം CPM തുടങ്ങിവെച്ചു. മുസ്ലിം വോട്ടിനു വേണ്ടി ചില കൈവിട്ട കളികളും പാർട്ടി നടത്തിയെങ്കിലും കാര്യമായ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്നാൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു തുടങ്ങി. ചില കേസുകൾ അടക്കമുള്ള ന്യൂനപക്ഷ വിരുദ്ധ നടപടികൾ സംസ്ഥാന സർക്കാരിനെ സംശയത്തിന്റെ നിഴലിലാക്കി. ഇതിനിടയിൽ BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി LDF മുൻ കൺവീനർ EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയ വാർത്തയും പുറത്തു വന്നു. ദേശീയ തലത്തിൽ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവ് മൂലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ വൻതോതിൽ UDFിലേക്ക് ഒഴുകി. ഇടതുമുന്നണി കനത്ത പരാജയം ഏറ്റുവാങ്ങി. CPM സംഘപരിവാർ ചങ്ങാത്തം സംബന്ധിച്ച വാർത്തകൾ തുടർന്നും പുറത്തു വന്നു. അതിലൊന്നായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ വിജയത്തിന് കളമൊരുക്കിയ പൂരം കലക്കൽ. അതിനു മുന്നോടിയായി ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്തയും വന്നു. ഇതോടെ സർക്കാരിന്റെ ഒത്താശയോടെ പോലീസും സംഘപരിവാരും ചേർന്ന് പൂരം കലക്കി എന്ന ആരോപണത്തിന് പൊതുസമൂഹത്തിൽ വിശ്വാസ്യത കൈവന്നു. ഇതിനിടയിൽ സംഘപരിവാറിനെ സുഖിപ്പിക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാർ തുടരുകയാണ്. CPM സംഘപരിവാർ ബന്ധത്തിന്റെ കണ്ണിയെന്ന് ആരോപിക്കപ്പെടുന്ന അജിത് കുമാറിന് DGPയായി സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം അതിലൊന്നാണ്. RSS ബന്ധവും അനധികൃത സ്വത്ത് സമ്പാദനവും അടക്കമുള്ള ആരോപണങ്ങളിൽ സംസ്ഥാന പോലീസിന്റെ അന്വേഷണ സംഘം അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട്. പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയും BJPയെ പോലെ തന്നെ പരസ്യമായ ഹിന്ദുത്വ അനുകൂല നിലപാട് സ്വീകരിക്കുകയുമാണ് CPM നേതാക്കൾ ചെയ്യുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണ കൊണ്ടാണെന്നാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിജയരാഘവന്റെ പരാമർശം സംഘപരിവാർ നേതാക്കൾ ഏറ്റെടുത്ത് ആഘോഷിക്കുകയാണ് ഇപ്പോൾ. മുസ്ലിം വിരുദ്ധതയുടെയും വെറുപ്പിന്റെയും ബഹിർസ്ഫുരണങ്ങളാണ് വിജയരാഘവനിലൂടെ പുറത്തു വന്നത്. ന്യൂനപക്ഷത്തെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വർഗീയത പറയുന്ന CPM നേതാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മുസ്ലിങ്ങൾ സംഘടിച്ചാൽ അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ CPM എതിരാളികൾ ജയിച്ചാലൊക്കെ പാർട്ടി നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ എത്തുന്നത് വർഗീയതയിലേക്കാണ്. ന്യൂനപക്ഷത്തിനെതിരെ വർഗീയ ആരോപണം ഉന്നയിച്ചാൽ ഭൂരിപക്ഷ പിന്തുണ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടിയെങ്കിൽ ആ ധാരണ തിരുത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. സംഘപരിവാർ ഉയർത്തുന്ന രാഷ്ട്രീയം പറയുന്നതാവരുത് CPMന്റെ ലക്ഷ്യം. വിഭജനത്തിന്റെയും വർഗീയതയുടെയും രാഷ്ട്രീയം പറയുന്ന A ടീം ഇവിടെ ഉണ്ടായിരിക്കെ B ടീം ആവാൻ കേരളത്തിലെ CPM നേതാക്കൾ ശ്രമിക്കരുത്. പാർട്ടി സമ്മേളനങ്ങളിൽ ജനങ്ങളിൽ നിന്ന് ഉയരുന്ന വികാരവും വിയോജിപ്പുമൊക്കെ ഉന്നത നേതൃത്വങ്ങളിൽ ഉള്ളവർ ഉൾക്കൊള്ളാൻ മടിക്കുകയാണിപ്പോൾ. സംഘപരിവാറിനെ നോർമലൈസ് ചെയ്യൽ, മറ്റുള്ള സംഘടനകളെ പോലെ കേവലം സംഘമായി അവരെ വിലയിരുത്തൽ തുടങ്ങിയ നിലപാടുകൾ ജനം കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞത് ഇവിടെ ചേർത്ത് വായിക്കാം. ജില്ലയിലെ 2 ലോക്സഭാ മണ്ഡലങ്ങളിലും വർഗീയ ശക്തികൾ പ്രബലരായി ഉയർന്നു വന്നിരിക്കുന്നു. അവർക്ക് എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടുന്നത്? നമ്മുടെ കൺമുന്നിലാണ് അവർ അവിടെയും ഇവിടെയും നുഴഞ്ഞു കയറുന്നത്.
നമ്മുടെ കുടുംബത്തിലും അയൽപ്പക്കത്തിലുമുള്ളവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സംഘപരിവാറിനും നുഴഞ്ഞു കയറുവാനുള്ള പണികൾ ചെയ്യരുതെന്ന് MA ബേബി സഹപ്രവർത്തകരായ CPM നേതൃത്വത്തിലുള്ളവരോടാണ് ആദ്യം പറയേണ്ടത്. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നവരും അവർക്ക് ആയുധം നൽകുന്നവരുമായ CPM-ലെ പല നേതാക്കളിൽ നിന്നാണ് തിരുത്തൽ ആരംഭിക്കേണ്ടത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ വളർത്തിക്കൊണ്ട് CPM നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകളും സർക്കാരിന്റെ ചില ചെയ്തികളും സൃഷ്ടിച്ചെടുക്കുന്ന പുതിയ ഹിന്ദുത്വ വർഗീയ വോട്ടുകൾ ചെന്നു ചേരുക BJP-യിലായിരിക്കും. വിജയരാഘവന്മാരെ തിരുത്താൻ പാർട്ടി തയ്യാറാവാത്തിടത്തോളം ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നത് സംഘപരിവാർ കൂടാരത്തിലേക്കായിരിക്കുമെന്ന് CPM ഓർക്കുന്നത് നന്ന്.